Good morning all. Afna, prayer ready ആണോ Afna? Yes, ma'am. Okay, let's start. Bless us, Lord, throughout the day, while at school, at home, at play. Help us to love and not to hate. Bless us all, oh Lord, we pray. Thank you. Okay, Afna. അപ്പോൾ നമ്മൾ ഇന്ന് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ക്ലിയർ ആണോ? മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ചാപ്റ്റർ 6. എന്തോ എത്രാമത്തെ യൂണിറ്റാ? ചാപ്റ്റർ 6 ആണെന്ന് തോന്നുന്നു. 6 ആണോ? ചാപ്റ്റർ 6 പാർട്ട് 1 ചാപ്റ്റർ 6. അതെ അതെ, ഓക്കെ. മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഹെൽത്ത് ആൻഡ് ഹൈജീൻ അല്ലേ? മെന്റൽ ഹെൽത്ത് ആണോ? മെന്റൽ ഹെൽത്ത് എന്ന് അവിടെ ചേർത്തോളൂ കേട്ടോ. മെന്റൽ എന്നുണ്ട് അതിന്റെ ഫ്രണ്ടിലായിട്ട്. ഹെൽത്ത് ആൻഡ് ഹൈജീൻ നമ്മൾ ചാപ്റ്റർ 2 ആണെന്ന് തോന്നുന്നു. ഐ തിങ്ക് 2 നമ്മൾ കംപ്ലീറ്റ് ചെയ്തല്ലേ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഇത് മൊഡ്യൂളിൽ രണ്ടും സെയിം തന്നെ കൊടുത്തിരിക്കുന്നത്. ഹെൽത്ത് ആൻഡ് ഹൈജീൻ 2. മെന്റൽ ഹെൽത്ത് എന്ന് ആക്കിക്കോളൂ. മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഓക്കെ. ചാപ്റ്റർ നെയിം അങ്ങനെ തന്നെ, മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ തന്നെ. അതെ, അങ്ങനെ തന്നെയാ. മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഹെൽത്ത് ആൻഡ് ഹൈജീൻ തരാം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ, ക്ലിയർ അല്ലേ? മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഓക്കെ. അപ്പൊ എന്താണ് മെന്റൽ ഹെൽത്ത്? എന്താണ് മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാല്? എന്താണ്? ഒരു വ്യക്തിയുടെ, ഒരു പേഴ്സന്റെ ഇമോഷണൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്ങിനെയാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്, അല്ലേ? ഒരു പേഴ്സൺ എങ്ങനെയായിരിക്കണം? അദ്ദേഹത്തിന്റെ എല്ലാ തലങ്ങളും എങ്ങനെയായിരിക്കണം? പ്രോപ്പർ ആയിരിക്കണം. മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിയുടെ മാനസികവും വൈകാരികവും സാമൂഹികവുമായ ക്ഷേമത്തെയാണ് മെന്റൽ ഹെൽത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഏതൊക്കെയാണ്? ഇമോഷണൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. ഇതിനെയാണ് മെന്റൽ ഹെൽത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കുറച്ചുകൂടി ഈസി ആയിട്ട് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരാൾ എങ്ങനെ തിങ്ക് ചെയ്യുന്നു, ഒരു വ്യക്തി എങ്ങനെ തിങ്ക് ചെയ്യുന്നു, എങ്ങനെ ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതെല്ലാം അദ്ദേഹത്തിന്റെ മെന്റൽ ഹെൽത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, അല്ലേ? നല്ല രീതിയിൽ, നല്ല ഗുഡ് മെന്റൽ ഹെൽത്ത് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നല്ല രീതിയിലായിരിക്കും എപ്പോഴും ചിന്തിക്കുന്നത്, അല്ലെ? പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും തിങ്ക് ചെയ്യുന്നത്. മറ്റുള്ളവരോട് എങ്ങനെയായിരിക്കും? നന്നായിട്ട് ബിഹേവ് ചെയ്യും, അല്ലെ? നല്ല രീതിയിൽ പെരുമാറും. അദ്ദേഹത്തിന്റെ ജീവിതത്തിന് ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള തെരഞ്ഞെടുക്കലായിരിക്കും അദ്ദേഹം, അല്ലെ? തെരഞ്ഞെടുക്കലുകൾ സെലക്ട് ചെയ്യുന്നതെല്ലാം നല്ല രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. ക്ലിയർ ആണോ? ഇതെല്ലാം അദ്ദേഹത്തിന്റെ മെന്റൽ ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാല്? ഒരു വ്യക്തിയുടെ ഇമോഷണൽ, സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ വെൽഫെയറിനെയാണ്, അല്ലെങ്കിൽ വെൽബീയിങ്ങിനെയാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഒരാളുടെ മെന്റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്ന ധാരാളം, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ധാരാളം ഫാക്ടേഴ്സ് ഉണ്ട്, അല്ലേ? സ്ട്രെസ് ഒരു ഫാക്ടറാണ്, അല്ലെ? നല്ല സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു പേഴ്സൺ എപ്പോഴും എങ്ങനെയായിരിക്കും? ഓക്കെ, സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു പേഴ്സൺ എപ്പോഴും മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിലായിരിക്കോ? അല്ലേ? സാധാരണ ഒരു വ്യക്തിയെ അപേക്ഷിച്ച് എപ്പോഴും സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന, മെന്റൽ ഹെൽത്ത് വീക്ക് ആയിട്ടിരിക്കുന്ന ഒരു പേഴ്സൺ എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും തിങ്ക് ചെയ്യുന്നത്, അല്ലേ? കൂടുതൽ സമയവും അദ്ദേഹത്തിന്റെ തോട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും, അല്ലെ? മറ്റുള്ളവരോട് പ്രോപ്പർ ആയിട്ട് ബിഹേവ് ചെയ്യാനായിട്ട്, നല്ല രീതിയിൽ പെരുമാറാനായിട്ട് ചില സമയങ്ങളിൽ അദ്ദേഹത്തിന് സാധിച്ചെന്ന് വരില്ല. ഓക്കെ, അപ്പൊ ധാരാളം ഫാക്ടേഴ്സ് ഈ മെന്റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അത് ഏതൊക്കെയാണ് ആ ഫാക്ടേഴ്സ് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അദ്ദേഹത്തിന്റെ
തോട്ട്, ചിന്തകൾ ശ്രദ്ധിച്ചാൽ, അദ്ദേഹത്തിന്റെ പെരുമാറ്റം ശ്രദ്ധിച്ചാലൊക്കെ നമുക്ക് അദ്ദേഹത്തിന്റെ മെന്റൽ ഹെൽത്ത് ഏത് കണ്ടീഷനിലാണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ക്ലിയർ ആണോ? അപ്പം എന്താണ് മെന്റൽ ഹെൽത്ത് എന്ന് ക്ലിയർ ആണോ? യെസ് മാം. അപ്പൊ മെന്റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്ന ധാരാളം ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ. ജനറ്റിക് ഫാക്ടേഴ്സ് വരാം, ലൈഫ് എക്സ്പീരിയൻസസ് വരാം, സ്ട്രെസ് ഒരു ഫാക്ടർ ആണ്. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതേപോലെ തന്നെ മെന്റൽ ഹെൽത്തിന് പലതരത്തിലുള്ള അവസ്ഥകളുണ്ട്. ഏതൊക്കെയായിരിക്കാം ആ അവസ്ഥകള്? ആങ്സൈറ്റി ഡിസോർഡർ അല്ലെ, മെന്റൽ ഹെൽത്തിന്റെ ഒരു അവസ്ഥയാണ് ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ദെൻ ഉറക്കമില്ലായ്മ അല്ലെ, മെന്റൽ ഹെൽത്തിന്റെ ഒരു സിംറ്റംസ് ആണെന്ന് പറയാം, ഉറക്കമില്ലായ്മ. പിന്നെ ഏതൊക്കെയാണ്? ഡിപ്രഷൻ. ഓക്കെ, അപ്പൊ മെന്റൽ ഹെൽത്തിന് പലതരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടെന്ന് പറയുന്നു. ആങ്സൈറ്റി ഡിസോർഡർ, ഡിപ്രഷൻ, പിന്നെന്തായിരുന്നു? ഉറക്കമില്ലായ്മ, ഉറക്കക്കുറവൊക്കെ മെന്റൽ ഹെൽത്തിനെ പലതരത്തിലുള്ള എന്താണ് അവസ്ഥകളാണെന്ന് പറയുന്നു. അപ്പൊ ശരിയായ കെയറിലൂടെ, സപ്പോർട്ടിലൂടെ, ട്രീറ്റ്മെന്റിലൂടെയൊക്കെയാണ് ഇത്തരത്തിലുള്ള മെന്റൽ ഹെൽത്തിനെ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? എന്താണ് മെന്റൽ ഹെൽത്ത്? മെന്റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്ന പലതരത്തിലുള്ള ഫാക്ടേഴ്സുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ PDF-ല് മെന്റൽ ഹെൽത്തിന് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്? ആർക്കെങ്കിലും ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാവോ? എന്താണ് മെന്റൽ ഹെൽത്ത്? യെസ് മാം. ആ, Mental health is a science which deals with the process of attaining mental health and averting mental illness. അപ്പൊ എന്താ പറയുന്നത്? മെന്റൽ ഹെൽത്ത് ഒരു സയൻസ് ആണ്, ഒരു ശാസ്ത്രമാണെന്ന് പറയുന്നു. എന്തിനെ ഡീൽ ചെയ്യുന്ന ശാസ്ത്രമാണ്? നമ്മുടെ മെന്റൽ ഹെൽത്ത് നേടുന്നതിനും, മാനസികാരോഗ്യം നേടുന്നതിനും, എന്താണ് മാനസിക രോഗങ്ങള്, മെന്റൽ ഇൽനെസ് ഒഴിവാക്കുന്നതിനുമുള്ള പ്രോസസ്സുകളെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ശാസ്ത്ര ശാഖയാണ്, അല്ലെങ്കിൽ ഒരു സയൻസ് ആണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ എന്താ പറയുന്നത്? മാനസികാരോഗ്യം നേടുന്നതിനും മാനസിക രോഗങ്ങളെ ഒഴിവാക്കുന്നതിനുമുള്ള പ്രോസസ്സുകളെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സയൻസ് ആണ് മെന്റൽ ഹെൽത്ത് പറയുന്നു. ഓക്കെ, നമുക്ക് എങ്ങനെയൊക്കെയാണ് മാനസിക രോഗങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ മാനസികാരോഗ്യം, മെന്റൽ ഹെൽത്ത് എങ്ങനെയൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് കഴിയും? എങ്ങനെയൊക്കെ കഴിയും മെന്റൽ ഹെൽത്ത് അച്ചീവ് ചെയ്യാനായിട്ട്? എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? എന്തൊക്കെ ചെയ്യണം നമ്മൾ മെന്റൽ ഹെൽത്ത് നേടിയെടുക്കണമെങ്കിൽ? നമ്മുടെ മെന്റൽ ഹെൽത്ത് ഓക്കെ ആകണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യം ഫോളോ ചെയ്യണം? നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം, വേണ്ടേ? അതേപോലെ തന്നെ എക്സസൈസ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള പ്രോസസ്സുകളെ കൈകാര്യം ചെയ്യുന്ന, ഹാൻഡിൽ ചെയ്യുന്ന ഒരു സയൻസ് ആണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ ആണ് മെന്റൽ ഹൈജീൻ. എന്തായിരിക്കാം മെന്റൽ ഹൈജീൻ? നമ്മൾ ഹൈജീൻ എന്താണെന്ന് പഠിച്ചു അല്ലെ. മെന്റൽ ഹൈജീൻ എന്താണ്? എന്തായിരിക്കാം മെന്റൽ ഹൈജീൻ എന്ന് പറഞ്ഞാല്? അല്ലെ, ഒരു ജീവിത രീതിയാണ്. എന്തൊക്കെയാണ് ആ ജീവിത രീതിയിൽ ഉൾപ്പെടുന്നത്? അല്ലെ, ഒരു പേഴ്സൺ, ഒരു വ്യക്തി അവന്റെ എന്താണ് മെന്റൽ ഹെൽത്ത് നിലനിർത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും ഉപയോഗിക്കുന്ന രീതികളെയും പ്രാക്ടീസസിനെയുമാണ്, ശീലങ്ങളെയുമാണ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. ഒരു വ്യക്തി അവന്റെ മെന്റൽ ഹെൽത്ത് പ്രോപ്പർ ആയിട്ട് നിലനിർത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും ഫോളോ ചെയ്യുന്ന പ്രാക്ടീസസുകളെയാണ് എന്തു പറയുന്നത്? മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. ഓക്കെ, ചില പ്രാക്ടീസസുകൾ നേരത്തെ പറഞ്ഞ പോലെ ഏതൊക്കെയാണ്? യോഗ, മെഡിറ്റേഷൻസ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്താൽ എന്താണ് നമ്മുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള പ്രാക്ടീസിനെയാണ് എന്തു പറയുന്നത്? മെന്റൽ ഹൈജീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? എന്താണ് മെന്റൽ ഹൈജീൻ? മാം ഒന്നുകൂടെ പറയോ? മെന്റൽ ഹൈജീൻ എന്ന് പറഞ്ഞ എന്താണ്? ചില പ്രാക്ടീസസ് ആണ്, നമ്മുടെ ജീവിത രീതിയാണ്. ഒരു വ്യക്തി അവന്റെ മെന്റൽ ഹെൽത്ത് നിലനിർത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും ഉപയോഗിക്കുന്ന രീതികളെയും ശീലങ്ങളെയുമാണ് മെന്റൽ ഹൈജീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ആ ശീലങ്ങൾ, ആ പ്രാക്ടീസസ് ഏതൊക്കെയാണ്? നമ്മുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട, ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്തേണ്ട ചില റൂട്ടീൻസ് ഉണ്ട് അല്ലെ, ചില ശീലങ്ങളുണ്ട്. അത് ഏതൊക്കെയായിരിക്കാം? പ്രാർത്ഥന, പ്രാർത്ഥന, പ്രെയർ. ഓക്കെ, ദെൻ
പോസിറ്റീവ് തിങ്കിങ് അല്ലേ? ദെൻ വേറെന്തെങ്കിലും ഉണ്ടോ? ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം അല്ലെ? നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്ന നല്ലൊരു എക്സസൈസ് യോഗ, ബ്രീത്തിങ് എക്സസൈസ് ആൻഡ് മെഡിറ്റേഷൻ പോലുള്ളവ. മൈൻഡ്ഫുൾനെസ് ഒക്കെ എന്താണ്? നമ്മുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്ന ഫാക്ടേഴ്സ് ആണ്. ഇമോഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? മെന്റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്ന വലിയൊരു ഫാക്ടർ അല്ലേ ഇമോഷൻ അല്ലെ? അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ദെൻ വേറെന്തെങ്കിലും ഉണ്ടോ? നല്ല ചുറ്റുപാട്. അവന്റെ എൻവയോൺമെന്റ്, പരിസരം എങ്ങനെ, ചുറ്റുപാട് എങ്ങനെയായിരിക്കണം? ഹെൽത്തി എൻവയോൺമെന്റ് ആയിരിക്കണം അല്ലേ? അപ്പോ മാനസികാരോഗ്യങ്ങള് തടയുന്നതിനും സ്ട്രെസ് കുറക്കുന്നതിനും എന്താണ്? മെന്റൽ ഹെൽത്ത് മെച്ചപ്പെടുത്തുന്നതിനും നമ്മുടെ ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്തേണ്ട ചില പ്രാക്ടീസസുകൾ ഏതൊക്കെയായിരിക്കാം? Proper sleeping. വെരി ഗുഡ്. പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്താണ്? സ്ലീപ്പ് എടുത്തിരിക്കണം, ഉറങ്ങിയിരിക്കണം അല്ലേ? ദെൻ ഇപ്പൊ നമ്മൾ തന്നെ മുതിർന്നവരെ സംബന്ധിച്ചാണെങ്കിലും നമുക്ക് നല്ല രീതിയിലുള്ള ഉറക്കം ലഭിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം എന്തായിരിക്കാം? നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരും അല്ലേ? നമുക്ക് ചിലപ്പോൾ ഇമോഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിഞ്ഞെന്ന് വരില്ല. കുട്ടികളോട് ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? ദേഷ്യപ്പെടാറുണ്ട് ഇല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണോ നിങ്ങള്? അതെ. തലവേദന വരും അല്ലെ? അങ്ങനെ പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാം അല്ലെ? അത് മെന്റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ് ലഭിച്ചിരിക്കണം. ദെൻ പിന്നെന്തായിരിക്കാം? ഫുഡ് കഴിക്കണം കറക്റ്റ് ടൈമിൽ. കറക്റ്റ് ടൈമിൽ അല്ലെ? ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യണം. നല്ല രീതിയിലുള്ള ഹെൽത്തി ഫുഡ്സ് എന്താണ്? ഭക്ഷണക്രമത്തില്, ഡയറ്റില് ഉൾപ്പെടുത്തണം. ഓക്കെ, റെഗുലർ എക്സസൈസ്. വെരി ഗുഡ്. റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യണം. റെഗുലർ എക്സസൈസ്. ഓക്കെ, ദെൻ സ്ത്രീകൾക്ക് ഹോർമോൺ ചേഞ്ച് ഒക്കെ വരുമ്പോഴത്തേന് ദേഷ്യവും സ്ട്രെസ്സും ഒക്കെ കൂടും. ഹോർമോൺ ചേഞ്ച് അല്ലെ? ഹോർമോൺ ചേഞ്ചസ് ഇതിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ്. ദെൻ സ്പെൻഡിങ് ടൈം ഇൻ നേച്ചർ. ഓക്കെ. മെഡിറ്റേഷൻ. മെഡിറ്റേഷൻസ്, റെഗുലർ എക്സസൈസ്, ബ്രീത്തിങ് എക്സസൈസ് ഇതെല്ലാം ചെയ്യാം. ബാലൻസ്ഡ് ഡയറ്റ്, ആഡിക്വേറ്റ് സ്ലീപ്പ്. ദെൻ വേറെന്തെങ്കിലും ഉണ്ടോ? Mood changing. Mood സ്വിങ്സ് ഒരു റീസൺ ആണ് അല്ലെ? മെന്റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്ന ഒരു റീസൺ ആണ്. ദെൻ അപ്പൊ അതിലേക്ക് നമുക്ക് എങ്ങനെ കൺട്രോളിൽ കൊണ്ടുവരാം? ഈ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനുള്ള ടെക്നിക്സുകൾ ഏതൊക്കെയാണ്? സ്ട്രെസ് മാനേജ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ടെക്നിക്സുകളാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഏതൊക്കെയാണ്? എക്സസൈസ്, മെഡിറ്റേഷൻസ്, യോഗ പോലുള്ളവ. ഓക്കെ, പിന്നെന്തായിരുന്നു? വേറെന്തെങ്കിലും ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യുന്നുണ്ടോ? മൂഡ് ചേഞ്ച്. പിന്നെ ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കുക. ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ? മറ്റുള്ളവരോട് നല്ല രീതിയിലുള്ള ഹെൽത്തി റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുകയും അത് മെയിൻറ്റെയിൻ ചെയ്യുകയും വേണ്ടേ? ദെൻ പിന്നെന്തായിരിക്കും? മിസ്, സോങ് ഒക്കെ നല്ല സോങ്ങുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ മെന്റലി മൈൻഡ് ഒക്കെ നല്ല രീതിയിലേക്കാവില്ലേ? ഓക്കെ, സോങ്, ചിലർക്ക് മൂവീസ് കണ്ടാൽ, ചിലർക്ക് എന്താണ് ചില ഇഷ്ടമുള്ള ഹോബീസിലൊക്കെ എൻഗേജ്ഡ് ആവാം അല്ലെ? ഇൻട്രസ്റ്റുകൾ, താല്പര്യങ്ങൾ എന്താണ് ഫോളോ ചെയ്യുക. ചിലർക്ക് എന്തൊക്കെയായിരിക്കാം? മ്യൂസിക് കേട്ടാല് അല്ലേ? പിന്നെന്താണ്? ഫിലിം കാണുന്നവരുണ്ട്, ചിലർ പെയിന്റ് ചെയ്യുന്നവരുണ്ട് അല്ലെ? ഹോബീസ് എന്തൊക്കെയായിരിക്കാം? സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള ഹോബീസ് എന്തൊക്കെയാണ്? സ്ട്രെസ് മാനേജ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ലേൺ ന്യൂ സ്കിൽസ്. ഓക്കെ, എന്തൊക്കെയായിരിക്കാം? പുതിയ സ്കില്ലുകൾ ഏതൊക്കെ പഠിക്കാം? സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്ന അല്ലെ വലിയൊരു ഫാക്ടർ ആണെന്ന് പറഞ്ഞു. അപ്പൊ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യേണ്ട ടെക്നിക്സുകൾ ഏതൊക്കെയാണ്? അതിനെന്ത് ചെയ്യാം? നമുക്ക് എന്താണ്? ഹോബീസ് എൻഗേജ്ഡ് ആവാം അല്ലെ? നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാം. ഏതൊക്കെ കാര്യങ്ങളായിരിക്കാം? പാട്ട് കേൾക്കാം, പാട്ട് പാടാം, പാട്ട് പാടാൻ ഇഷ്ടമുള്ളവർ കളിക്കാം. ഓക്കെ, ഡാൻസിങ്. ദെൻ ബുക്ക് വായിക്കാം. ദെൻ ഗെയിംസ്. ഗെയിംസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഗെയിംസ് ചെയ്യാം. ദെൻ പെയിന്റിങ്, ക്രാഫ്റ്റ് ഇഷ്ടമുള്ളവരുണ്ട് അല്ലേ? അത്തരം വർക്ക്സുകളിൽ ഏർപ്പെടാം. കുക്കിംഗ് ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും അല്ലേ? ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി
ട്രാവൽ ചെയ്യാം. ഇഷ്ടമുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കാം. നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കുക. കൂടുതൽ ടൈം അവരോട് എന്താണ് ടൈം സ്പെൻഡ് ചെയ്യുക. ഓർഗനൈസിങ്. ഓർഗനൈസിങ് ഇഷ്ടമുള്ളവർക്ക് ഓക്കെ. ഓർഗനൈസിങ്. ക്ലീനിങ്. ദെൻ ഗാർഡനിങ് ഗാർഡനിങ്. ഓക്കെ. ടൈലറിങ്. ഓക്കെ. അങ്ങനെ ആളുകൾക്ക് എന്താണ് പലതരത്തിലുള്ള ഇൻട്രസ്റ്റുകൾ ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ എന്താണ് ഏർപ്പെടുക. കൂടുതൽ ടൈം എന്താണ് അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക. ഇപ്പൊ നമ്മുടെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനായിട്ട്, കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് ഇത്തരം ആക്ടിവിറ്റീസ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഏതൊക്കെയായിരുന്നു? ഡാൻസിങ്, പിന്നെന്തായിരുന്നു? ലിസൺ ടു മ്യൂസിക്, ദെൻ ടൈലറിങ് പറഞ്ഞു, ക്രാഫ്റ്റ്, എംബ്രോയിഡറി, അല്ലേ, ട്രാവലിംഗ്. ദെൻ വേറെന്തെങ്കിലും ഉണ്ടോ? പിന്നെന്താണ് മെന്റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്ന മറ്റൊരു ഫാക്ടർ എന്താണ്? അല്ലെങ്കിൽ മെന്റൽ ഹൈജീൻ അഫക്ട് ചെയ്യുന്ന വേറെ എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ? നമ്മൾ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്, അല്ലെ, ആക്ടിവിറ്റീസ് ആണ് പറഞ്ഞത്. മെന്റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മെന്റൽ ഹൈജീനിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാ? ഒറ്റപ്പെടല് അതിനെ അഫക്ട് ചെയ്യില്ലേ? ഓക്കെ. ഒറ്റപ്പെടൽ. ഓക്കെ. നമ്മുടെ മെന്റൽ ഹെൽത്ത് അല്ലെ നമ്മൾക്ക് എന്താണ് മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നതാണ്. പിന്നെന്താണ്? ഡിസീസ് ഒക്കെ വരുമ്പോ അസുഖങ്ങൾ. ഡിസീസ് മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നതാണ്. ദെൻ ബോഡി ഷേമിംഗ്, ഫാമിലി പ്രോബ്ലം. ഫാമിലി പ്രോബ്ലംസ്, അല്ലെ, Comparing. ബോഡി എന്തോ Comparing. കമ്പാരിസൺ, മറ്റുള്ളവരോടുള്ള നമുക്ക് കമ്പാരിസൺ ചെയ്യുന്നത്. ലഹരി നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളോട്ട് വഴക്ക് കൂടിയിരിക്കുന്നൊക്കെ. ഇഷ്ടപ്പെടുന്നവരോട് വഴക്ക് കൂടുക, അല്ലെ. ഇപ്പൊ ജോലി നഷ്ടപ്പെട്ടാല് നല്ലൊരു വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ എന്താണ് അത് നഷ്ടപ്പെട്ടാലും നമുക്ക് എന്താ ഡിപ്രഷൻ വരാം, അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ അത് അഫക്ട് ചെയ്യും. ചില പ്രിയപ്പെട്ടവരുടെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം, മദ്യപാനം. ഓക്കെ. ചില പ്രിയപ്പെട്ടവരുടെ വേർപെടലുകൾ, അല്ലെ, മരണങ്ങൾ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കാറുണ്ട്. പിന്നെന്താണ്? ജോലി നഷ്ടപ്പെട്ടാലും നമുക്കത് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്, അല്ലെ, അത് മെന്റൽ ഹെൽത്തിനെ ബാധിക്കാറുണ്ട്. പിന്നെന്തൊക്കെയാണ്? ലഹരി വസ്തുക്കളുടെ ഉപയോഗം, മദ്യപാനം ഒക്കെ. എന്താ? ആൽക്കഹോൾ, ഡ്രഗ്സിന്റെ ഒക്കെ ഉപയോഗങ്ങൾ മെന്റൽ ഹെൽത്തിനെ ബാധിക്കാറുണ്ട്. ദെൻ വെരി ഗുഡ്. ഫിനാൻഷ്യൽ പ്രോബ്ലം ഒക്കെ വരുമ്പോ. ഫിനാൻഷ്യൽ പ്രോബ്ലം. ഫിനാൻഷ്യൽ പ്രോബ്ലം. ഓക്കെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്താണ് നമ്മുടെ ബാധിക്കാറുണ്ട്. എന്തോ? നെഗറ്റീവ് തിങ്കിങ്. നെഗറ്റീവ് തോട്ട്സ്, അല്ലെ, നെഗറ്റീവ് തോട്ട്സ്, ബ്രേക്കപ്പ്. ഓക്കെ. ഓക്കെ. പിന്നെ നമ്മുടെ ചെറിയ ബാല്യകാലത്തിലെ ചൈൽഡ്ഹുഡ്. എന്തോ? വർക്ക് പ്രഷർ. പ്രഷർ. ഓക്കെ. വർക്ക് പ്ലേസിലെ പ്രഷർ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യാറുണ്ട്. ദെൻ ചൈൽഡ്ഹുഡിലൊക്കെ എന്തെങ്കിലും അബ്യൂസ് ഒക്കെ ഉണ്ടാവുമ്പോ അതിന്റെ ചില ട്രോമ, അല്ലെ, ചൈൽഡ്ഹുഡിൽ ഉണ്ടാവുന്ന ട്രോമാസ് എന്താണ് നമ്മുടെ ഈ അഡൾട്ട്ഹുഡിലും വലുതായി കഴിഞ്ഞാലും മുതിർന്നു കഴിയുമ്പോഴും നമ്മളത് ഫോളോ ചെയ്യും, അല്ലെ. അത്തരത്തിലുള്ള ട്രോമാസ് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. ദെൻ Drug addiction. അഡിക്ഷൻ പറഞ്ഞു. ഓക്കെ. ഡ്രഗ്സ്, ആൽക്കഹോളിന്റെ ഒക്കെ അഡിക്ഷൻ, അതിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം മെന്റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ക്രോണിക് ഇൽനെസ്, അല്ലെ, വിട്ടുമാറാത്ത അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതും മെന്റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? ഡിപ്രഷൻ. ഓക്കെ. ഡിപ്രഷൻ. ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി ഡിസോർഡർ എന്നൊക്കെ പറയുന്നത് എന്താണ്? മെന്റൽ ഹെൽത്തിന്റെ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിന്റെ പലതരത്തിലുള്ള അവസ്ഥകളാണ്. ഡിപ്രഷൻ, ആങ്സൈറ്റി ഡിസോർഡർ എന്നൊക്കെ പറയുന്നത് മെന്റൽ ഹെൽത്തിന്റെ പലതരത്തിലുള്ള അവസ്ഥകളാണ്. ഓക്കെ. അപ്പൊ ഡിപ്രഷൻ വരാനുള്ള കാരണങ്ങളാണ് ഇപ്പൊ നമ്മൾ ചോദിക്കുന്നത്. എങ്ങനെ, എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഡിപ്രഷൻ വരുന്നത്? അല്ലെങ്കിൽ ഹോർമോണൽ ഇഷ്യൂസ് വരാം, അല്ലെ. ഹോർമോണൽ ഇഷ്യൂസ്, ഹോർമോണിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് മെന്റൽ ഹെൽത്തിനെ ബാധിക്കാറുണ്ട്. ദെൻ വേറെന്തെങ്കിലും ഉണ്ടോ? ഒരു വ്യക്തിയുടെ എൻവയോൺമെന്റ്, അറ്റ്മോസ്ഫിയർ, അവന്റെ പരിസരം, അവനിടപഴകുന്ന ആളുകൾ, വ്യക്തികള്, സോഷ്യൽ സിറ്റുവേഷൻസ്. ദെൻ പാർട്ട്ണർക്ക് വലിയൊരു പങ്കുണ്ട്. ഓക്കെ.
ഡിവോഴ്സ്. ഓക്കെ, ഡിവോഴ്സ്, അസുഖങ്ങള്, ഡിവോഴ്സ്, ദെൻ ജോലിയില്ലായ്മ. ഓക്കെ, ഇതൊക്കെ എന്താണ് ഡിപ്രഷനിലോട്ട് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ദെൻ ഇപ്പൊ നമ്മൾ പറയാത്ത ഡിസ്കസ് ചെയ്യാത്ത വേറെ എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ? വേറെ എന്തെങ്കിലും ഉണ്ടോ? കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ ഇതൊക്കെ മെന്റൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ മെന്റൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഈ കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട്, ഓക്കെ, റിമൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒഴിവാക്കാനായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ശീലങ്ങളെയാണ്, പ്രാക്ടീസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെന്റൽ ഹൈജീൻ. ഓക്കെ, മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മെന്റൽ ഹൈജീനിൽ ഉൾപ്പെടുത്തേണ്ട പ്രാക്ടീസുകൾ ഏതൊക്കെയായിരുന്നു? പോസിറ്റീവ് തിങ്കിങ്. ഉൾപ്പെടുത്താം അല്ലെ? പോസിറ്റീവായിട്ട് പോസിറ്റീവ് തിങ്കിങ്. ദെൻ ബ്രീതിങ് എക്സസൈസ്. ബ്രീത്തിങ്, യോഗ, മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ്. ദെൻ ഗുഡ് അറ്റ്മോസ്ഫിയർ. പ്രോപ്പർ ആയിട്ട് ഗുഡ് അറ്റ്മോസ്ഫിയർ. ഓക്കെ, ദെൻ പ്രോപ്പർ സ്ലീപ്പ് വേണ്ടേ? പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് വേണം വേണ്ടേ? ഹെൽത്തി ഫുഡ്സ് കഴിക്കണം. ഇപ്പൊ പ്രോപ്പർ ഡയറ്റ്. ദെൻ ഇമോഷൻസ് കൺട്രോൾ. എന്തോ? എക്സസൈസ്, എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ എൻഗേജ്ഡ് ആവണം. എന്ത് ചെയ്യണം? എൻഗേജിങ് ഇൻ ഹോബീസ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്, നമുക്ക് ഇഷ്ടമുള്ള താല്പര്യമുള്ള ആക്ടിവിറ്റീസുകളിൽ ഏർപ്പെടാം. ഇറ്റ് മൈറ്റ് ബി എന്തെങ്കിലും ഹോബീസ് ആയിരിക്കാം അല്ലെ? ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞു? ടൈലറിങ് ഇഷ്ടമുള്ളവർ, കുക്കിംഗ് ഇഷ്ടമുള്ളവരുണ്ട്, മ്യൂസിക് ഇഷ്ടമുള്ളവരുണ്ട് അല്ലെ? അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടാൽ നമ്മുടെ ഡിപ്രഷൻസിന് അല്ലെ കുറക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ദെൻ ബാലൻസ് ഫുഡ്. ഓക്കെ, ബാലൻസ്ഡ് ഫുഡ് അല്ലെങ്കിൽ ഡയറ്റ്. ഓക്കെ, ദെൻ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ, പോസിറ്റീവ് തിങ്കിങ്, ഹെൽത്തി റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുകയും അത് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വേണം. ഗുഡ് എൻവയോൺമെന്റ്. ഗുഡ് എൻവയോൺമെന്റ്. ദെൻ റെഗുലർ എക്സസൈസ്. റെഗുലർ എക്സസൈസ്, റിലാക്സേഷൻ. ഓക്കെ, ഹോർമോൺ ചേഞ്ചസ്. ഓക്കെ, ദെൻ ലാസ്റ്റ് പാരയില് അക്കോർഡിംഗ് ടു ക്രോ ആൻഡ് ക്രോ കണ്ടോ? ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാവോ ആർക്കെങ്കിലും? അക്കോർഡിംഗ് ടു ക്രോ ആൻഡ് ക്രോ, ലാസ്റ്റ് പാര, ഐ മീൻ ലാസ്റ്റ് സെന്റൻസ്, ലാസ്റ്റ് സെന്റൻസ്. ഓക്കെ. According to Crow and Crow, mental hygiene is a science that deals with human welfare and pervades all fields of human relationship. ഓക്കെ, അക്കോർഡിംഗ് ടു ക്രോ ആൻഡ് ക്രോ എന്ന് പറയുന്നത് രണ്ട് എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് ആണ്. ഓക്കെ, ലെസ്റ്റർ ഡൊണാൾഡ് ക്രോ ആൻഡ് ആലിസ് ക്രോ. ഇതാണ് രണ്ട് ക്രോ വന്നിരിക്കുന്നത് കേട്ടോ. ക്രോ ആൻഡ് ക്രോ, ലെസ്റ്റർ ഡൊണാൾഡ് ക്രോ ആൻഡ് ആലിസ് ക്രോ, രണ്ട് സൈക്കോളജിസ്റ്റ് ആണ്. അവരുടെ അഭിപ്രായത്തില് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് എന്താണ്? അഗെയിൻ ഒരു സയൻസ് ആണെന്ന് പറയുന്നു. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നത്? ഹ്യൂമൻ വെൽഫെയർ അല്ലെ, മാനുഷിക ക്ഷേമത്തെയും പിന്നെന്താണ് ഹാൻഡിൽ ചെയ്യുന്നത്? അതെങ്ങനെയാണ്? ഹ്യൂമൻ റിലേഷൻഷിപ്പിലെ എല്ലാ മേഖലകളിലേക്കും വ്യാപിക്കുന്നതുമായ ഒരു ശാസ്ത്രമാണ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നു. അപ്പൊ എന്താണ് മെന്റൽ ഹൈജീൻ അക്കോർഡിംഗ് ടു ക്രോ ആൻഡ് ക്രോ? ലെസ്റ്റർ ഡൊണാൾഡ് ക്രോ ആൻഡ് ആലിസ് ക്രോ എന്താണ് പറയുന്നത്? മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണെന്ന് പറയുന്നു. എന്തിന്റെയൊക്കെ ശാസ്ത്രമാണ്? എന്തിനെയൊക്കെയാണ് അത് ഡീൽ ചെയ്യുന്നത്? എന്തിനെയൊക്കെയാണ്? ഹ്യൂമൻ വെൽഫെയറിനെ ഡീൽ ചെയ്യുന്നുണ്ട് അല്ലേ? പിന്നെന്താണ് ഈ മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്? ഹ്യൂമൻ റിലേഷൻഷിപ്പിലെ എല്ലാ മേഖലകളിലേക്കും വ്യാപിക്കുന്ന ഒരു ശാസ്ത്രമാണ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നു അല്ലേ? വർക്ക് പ്ലേസിലായിക്കോട്ടെ, ഫാമിലിയിലായിക്കോട്ടെ, എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിലായിക്കോട്ടെ, ഈ മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത് എന്താണ്? മെന്റൽ ഹൈജീൻ മെന്റൽ ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? നമ്മൾ വർക്ക് ചെയ്യുന്ന വർക്ക് പ്ലേസിൽ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടായിരിക്കണ്ടേ? കുടുംബത്തില് വേണ്ടേ? ഫാമിലിയില്
നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണ്ടേ? നമ്മൾ പഠിക്കുന്ന സ്കൂളുകളിലാണെങ്കിലും എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണെങ്കിലും നമ്മുടെ മെന്റൽ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കണം ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഈ കോഡ്സിൽ സൂചിപ്പിക്കുന്നത്. അക്കോർഡിംഗ് ടു ക്രോ ആൻഡ് ക്രോ. ഓക്കെ, അവര് ഫേമസ് ആയിട്ടുള്ള 2 സൈക്കോളജിസ്റ്റ് ആണ്. എന്താണ് അവരുടെ പേര്? ലെസ്റ്റർ ഡൊണാൾഡ് ക്രോ ആൻഡ് ആലിസ് ക്രോ. അവരുടെ അഭിപ്രായത്തില് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത് എന്താണ്? മാനുഷിക ക്ഷേമത്തിന്റെ ഒരു ക്ഷേമം ഡീല് ചെയ്യുന്ന ഒരു സയൻസ്, ഒരു ശാസ്ത്രമാണെന്ന് പറയുന്നു. ക്ലിയർ ആണോ? എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മെന്റൽ ഹൈജീൻ. മെന്റൽ ഹൈജീന്റെ എയിംസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരിക്കാം? ഓക്കെ, മെന്റൽ ഹൈജീൻ നമ്മൾ ഫോളോ ചെയ്യണം അല്ലെ? നമ്മുടെ ഡെയിലി ലൈഫിൽ ചില പ്രാക്ടീസസ് ഫോളോ ചെയ്യണം. എന്തിനു വേണ്ടിയാണ്? മെന്റൽ ഡിസോർഡർ കുറയ്ക്കും. മെന്റൽ ഡിസോർഡർ കുറയ്ക്കാനായിട്ട് ഇത്തരത്തിലുള്ള മെന്റൽ ഹൈജീൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ്, ഇത്തരത്തിലുള്ള പ്രാക്ടീസസ് ഒരു പരിധി വരെ ഒരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെന്തായിരിക്കാം? ഹെൽത്തി പേഴ്സണാലിറ്റി. നല്ലൊരു പേഴ്സണാലിറ്റി ഡെവലപ്പ്, നല്ലൊരു വ്യക്തിത്വം അല്ലെ? നല്ലൊരു വ്യക്തിത്വം വളർത്തിയെടുക്കുന്നതിൽ എന്താണ് ഈ മെന്റൽ ഹൈജീൻ ഇത്തരം പ്രാക്ടീസസുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഓക്കെ, അപ്പൊ മെന്റൽ ഹൈജീന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുൻപ് ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. ആക്ഷൻ സോങ്. ആരെങ്കിലും ഉണ്ടോ ആക്ഷൻ സോങ്ങിന്? പേര് പറയൂ. അനശ്വര. ഒരു സെക്കൻഡ്. അനശ്വര. ഓക്കെ, അനശ്വര സ്റ്റാർട്ട് ചെയ്തോളൂ. La 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 la. I eat fruit every single day. I eat fruit every single day. Sunday, Monday, Tuesday, Wednesday, Thursday, Friday, Saturday. Monday I eat apple. Tuesday I eat papaya. Wednesday I eat cherries. Tuesday I eat I don't care. La 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 la. I eat fruit every single day. I eat fruit every single day. Friday I eat mangoes. Saturday some grapes. Sunday I eat berries. I think that fruits are great. I think that fruits are great. La 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 la. Apple, papaya, cherries, mango, grapes, berries. Fruits are great. La 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 la. Thank you, Miss. Okay, fruits are great, also healthy. Okay. Then okay, then എന്താണ് പ്രോപ്പർട്ടീസും കൂടി യൂസ് ചെയ്യായിരുന്നു. ഓക്കെ, ഓരോ ഫ്രൂട്ട്സ് പറയുമ്പോഴും അതിന്റെ ഒരു എന്താണ് പ്ലക്കാർഡ് കയ്യിൽ പിടിക്കാം, അല്ലെങ്കിൽ ഒരു പിക്ചർ. അത് മാം എന്റെ വീട്ടില്, ഞാൻ വേറൊരു എന്റെ വീട്ടിലാണ്, ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിലായിരുന്നു പ്രോപ്പർട്ടി ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോ അത് എടുത്തില്ല, അതുകൊണ്ടാ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിക്കാം ഈ ഒരു ആക്ടിവിറ്റി, ഈ റൈമിലൂടെ? നമുക്ക് പിന്നെ എന്തായിരുന്നു, വീക്കിനെ കുറിച്ച് പഠിപ്പിക്കാം. ആഴ്ചകളെ കുറിച്ച് പഠിപ്പിക്കാം. ഫ്രൂട്ട്സ് പഠിപ്പിക്കാം. ഫ്രൂട്ട്സിന്റെ പേര്, പിന്നെ അതിന്റെ കളറ് പഠിപ്പിക്കാം. ഷേപ്പ്, കളറ്, കളർ അല്ലേ? അപ്പൊ ഒരു ആക്ഷൻ സോങ് കൊണ്ട് തന്നെ പലതരത്തിലുള്ള കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് കഴിയും. ഓക്കെ, അപ്പൊ കാർഡും കൂടി അല്ലെങ്കിൽ പിക്ചറും കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസിലി കുട്ടികൾക്ക് അത് ക്യാച്ച് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, അതർവൈസ് അനശ്വര നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു മിസ്. ഓക്കെ, ദെൻ ഹു ഈസ് നെക്സ്റ്റ്? ഞാൻ പാടാം മാം. ഓക്കെ, അഞ്ജന.
Hi friends, let us sing a song about fruits. I am an apple, round and red, round and red, round and yummy. I am an apple, eat me every day. So keep the doctor away. I am an orange, round and orange, round and orange, round and orange. I am an orange, round and orange, and I grows on a tree. I am a kiwi, brown and oval, brown and oval, brown and oval. I am a kiwi, brown and orange, and I am green inside. I am a plum, red and round, red and round, red and round. I am plum, great with vitamins, great with vitamins. And I am a melon, green and big, green and big, green and big. I am a melon, green and big, with lots and lots of seeds. Thank you, ma'am. ഓക്കെ അഞ്ജന, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്തൊക്കെ പഠിപ്പിക്കാം കുട്ടികളെ? ഫ്രൂട്ട്സിന്റെ പേര് പഠിപ്പിക്കാം, കളർ പഠിപ്പിക്കാം, ഷേപ്പ് പഠിപ്പിക്കാം. ഷേപ്സ് പഠിപ്പിക്കാം. വെരി ഗുഡ്. നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് അത് വരച്ചെടുക്കാനായിട്ട്. ഓക്കെ, വെരി ഗുഡ് അഞ്ജന. താങ്ക് യു മാം. ഓക്കെ, ദെൻ മിസ് ഞാൻ പാടാം. ഷിബ. Hi my dear children, today action song is Rainbow. There is rainbow in the sky. Do you know how it came by? 7 colors can be seen. 7 colors can be seen. Red, yellow, lovely green, indigo, violet and blue. There is orange in it too. റെയിൻബോസ് ഒന്ന് കാണിക്കാവോ? കണ്ടില്ലായിരുന്നു റെയിൻബോ. വെരി ഓക്കെ ഓക്കെ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിക്കാം? റെയിൻബോ എന്താന്ന് പഠിപ്പിക്കാം, പിന്നെ കളേഴ്സ് പഠിപ്പിക്കാം, നമ്പേഴ്സ് പഠിപ്പിക്കാം, 7 നമ്പർ. ഓക്കെ, കൗണ്ട് ചെയ്യാനായിട്ട് പഠിപ്പിക്കാം. വെരി ഗുഡ് ഷീബ, സൂപ്പർ. ഓക്കെ, ദെൻ മാം ഓക്കെ ഓക്കെ, ലീവ് ചെയ്തോളൂ കേട്ടോ. ദെൻ ഹു ഇസ് നെക്സ്റ്റ്? ഓക്കെ ദിവ്യ. മിസ് ഞാൻ പാടട്ടെ? പേരെന്താ? ജോൺസി. ഓക്കെ ജോൺസി. Hi children, sing a vegetable song. Tomato and carrot, cabbage and beans. പിക്ചർ ഇതിന്റെ ഒപ്പം ഉണ്ട്, ഇത് കാണിക്കാൻ പറ്റും. ചെറിയ പിക്ചർ ആയിപ്പോയോ? കണ്ടില്ലല്ലോ. ഞാൻ ബുക്കില് അതിന്റെ ഒപ്പം കട്ട് ചെയ്ത് വെച്ചിട്ടായിരുന്നു. പേപ്പർ എടുക്ക, അതില് പിക്ചർ വരക്കാം കേട്ടാ. അപ്പൊ ഓരോന്ന് ഇങ്ങനെ കാണിക്കാൻ പറ്റും കേട്ടാ. Okay. Tomato and carrot, cabbage and beans. So look yummy, all red and green. So little children eat them every day. To make strong, to make growth, to make smart. To പിന്നെ തന്നെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ടൊമാറ്റോ, കാരറ്റ്. അതില് ചെറിയൊരു ടെൻഷൻ. ടെൻഷൻ ഉണ്ടോ? ചെറുതായിട്ടല്ലേ? അല്ല, പാട്ട് പാടിയിരുന്നു, ഇതില് സോങ് പറഞ്ഞിരുന്നു. പക്ഷെ എന്നാലും ഒന്നുകൂടി നമുക്ക് ഇതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. ഇത് സംഭവം തന്നെ. ടൊമാറ്റോ ആൻഡ് കാരറ്റ്, കാബേജ് ആൻഡ് വെജിറ്റബിളിന്റെ കളറും അതുപോലെ ഏതൊക്കെ വെജിറ്റബിൾ എന്നുള്ളതും കഴിക്കണതിന്റെ ബെനിഫിറ്റും കൂടിയിട്ട് പറയാൻ വേണ്ടിയിട്ട്
പറഞ്ഞ പോലെ ചാർട്ട് പേപ്പറിലാണെങ്കിൽ അത് കൊടുത്തിട്ട് കുട്ടികളോട് ഐഡന്റിഫൈ ചെയ്യാൻ പറയാം അല്ലേ, ഏത് വെജിറ്റബിൾ ആണെന്ന് കുട്ടികളോട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറയാം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ, then Priya, what happened Priya? Are you ready? അല്ല, അത് ഞാൻ കാണിച്ചതാണ്. കാണിച്ചതാ? ഓക്കെ ഓക്കെ. ഞാൻ പഠിക്കട്ടെ. ഓക്കെ ദിവ്യ. The dog says bow, the cat says meow meow, the sheep says farm, the pig says moo, the bird says kiki, the hen says cock, the cock says creo. ചെറുതായി പോയല്ലാടോ ദിവ്യ, കുറച്ച് ആക്ഷൻ ഒക്കെ വേണ്ടേ? അപ്പൊ ജസ്റ്റ് ഒരു പാട്ടുപാടി ഒരു ഫീലേ ഉള്ളൂ. ഓക്കെ ദിവ്യ, നെക്സ്റ്റ് ടൈം നല്ലൊരു ആക്ഷൻ. ഓക്കെ. then വേറെ ആരെങ്കിലും ഉണ്ടോ? അനശ്വര, അഞ്ജന, ഷീബ, ധന്യ, ജോൺസി. ഓക്കെ, ഇത്രയും പേര് ഇന്നത്തെ ക്ലാസ്സിൽ. then സജിന. കാണാം. How many fingers on one hand? How many fingers on one hand? How many fingers on one hand? Let's all come together. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. How many fingers on two hands? How many fingers on two hands? Let's all come together. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 6, 7, 8, 9, 10. Clap, clap, clap your hands. Clap, clap, clap your hands. Clap your hand with me. Thanks. ഓക്കെ സജന, അപ്പൊ നമുക്ക് എന്തെങ്കിലും കൗണ്ട് ചെയ്യാനായിട്ട് പഠിപ്പിക്കാം കുട്ടികളല്ലേ? ഒരു ആക്ഷൻ സോങ് കൂടെ കൗണ്ട് ചെയ്യാനായിട്ട് പഠിപ്പിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഫീവർ. ഓക്കെ രേഷ്മ. ഓക്കെ സജന, വെരി ഗുഡ് കേട്ടോ. രേഷ്മ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യണം കേട്ടോ. വേറെ ആരാ? പേര് പറയൂ. അനശ്വര, അഞ്ജന, ഷീബ, ധന്യ, ജോൺസി ആൻഡ് സജ്ന. then anybody? മാം ഞാൻ ചെയ്തോട്ടെ. പേര് പറയൂ. സുൽത്താന. എന്തോ? റുഖിയ സുൽത്താന. റുഖിയ. right? Okay. then start. I love colors, I love colors, yes I do, yes I do. Red and orange, red and orange, green and blue, green and blue. I love colors, yes I do, yes I do. Dark and bright, I love too. ഓക്കെ റുഖിയ, ഇച്ചിരി സ്പീഡ് കൂടിപ്പോയി കേട്ടോ. സ്പീഡ് കുറച്ച് ടെൻഷൻ കാരണമായിരിക്കും, കുഴപ്പമില്ല. ഓക്കെ, then ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. നിത്യ. ഓക്കെ നിത്യ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ രേഷ്മ, നിത്യ, then സുധന്യ. ഇപ്പൊ ചെയ്യുന്നുണ്ടോ? നെക്സ്റ്റ് ക്ലാസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, സുധന്യ. then നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് തന്നിട്ടുണ്ടായിരുന്നു, കണ്ടായിരുന്നോ? ടോപ്പിക് എന്തായിരുന്നു?
മാം മറ്റേ അസൈൻമെന്റ് ചെക്ക് ചെയ്തില്ലായിരുന്നല്ലോ, മാർക്ക് ഇട്ടിട്ടില്ലല്ലോ. മാർക്ക് ഇട്ടിട്ടില്ല? ഇല്ല, നോക്കിയിട്ടില്ല അത്. ഫ്രൈഡേക്ക് മുന്നേ സബ്മിറ്റ് ചെയ്തായിരുന്നോ? ആണോ? നോക്കിയേക്കാട്ടെ, നോക്കാം. മാം എന്റെ നോക്കിയിട്ടില്ല. ഞാന് ഇന്നലെയാണ് ഇട്ടത്. വയ്യാത്ത കാരണം കൊണ്ട് ഇന്നലെയാണ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ആണോ? ഓക്കെ. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്നാ മാം ഈ അസൈൻമെന്റിന്? 3rd അല്ലേ? ഇപ്പൊ ഇട്ടത്. ചെറിയൊരു അസൈൻമെന്റ് അല്ലേ? ഈ ഫ്രൈഡേക്കുള്ളിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ മാം. മതിയില്ലേ? അത്രയും ടൈം മതിയില്ലേ? ഓക്കെ മാം. ഓക്കെ, അപ്പൊ നിങ്ങൾ അസൈൻമെന്റ് ആണോ പറയണത്? മൂന്നാമത്തെ അസൈൻമെന്റ് ആയിരുന്നില്ല അത്? 3rd ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു അസൈൻമെന്റ്, പ്രോട്ടീന്റെ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തു. ഓക്കെ, അതെങ്ങനെ ചെയ്തത്? എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഒന്ന് റീഡ് ചെയ്യാവോ? Explain the role of protein in the diet and list some common food sources. Okay, explain the role of protein in the diet and list some common food sources. അപ്പൊ എന്താ ചെയ്ത? ആരാ സബ്മിറ്റ് ചെയ്തത്? ഞാൻ ചെയ്തു. റോൾ എന്നാന്ന് എഴുതി ആദ്യം ഒരു പാരഗ്രാഫ് പോലെ. കോമൺ ഫുഡ് സോഴ്സ് എന്നാന്ന് ഒരു 10 ഫുഡിന്റെ പേര് എഴുതി. ഓക്കെ, അതിന് നേരെ അതിന്റെ പിക്ചറും കൂടി ഒന്ന് പേസ്റ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പൊ പറഞ്ഞതിന് ശേഷം, നമുക്ക് ക്ലാസ്സിൽ പറഞ്ഞതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി കേട്ടോ. അയ്യോ മിസ്, ഞാൻ സബ്മിറ്റ് ചെയ്തു ഓൾറെഡി. ഞാൻ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ എന്താ ചെയ്യേണ്ടത്? അതിന്റെ എന്താണെന്ന് ചെറിയൊരു റോൾ എഴുതാം. ഒരു 2-3 സെന്റൻസ് മതി. അത് കഴിഞ്ഞിട്ട് അതിന്റെ സോഴ്സസ് എഴുതാം. അതിന് നേരെ അതിന്റെ പിക്ചറും കൂടി ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്തേക്കാം. ഓക്കെ, എന്നിട്ട് വേണം സബ്മിറ്റ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ എല്ലാ അസൈൻമെന്റിന്റെ മുകളിലും എന്താണ്, അത് ഏത് ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടത്, ആ ചാപ്റ്ററിന്റെ പേര് കൂടി ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേക്കണം കേട്ടോ. A4 ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ ആണോ? മാം, അതിലൊരു ആക്ടിവിറ്റി കാണുന്നുണ്ടല്ലോ, അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആക്ടിവിറ്റി ലാസ്റ്റ് ക്ലാസ്സിൽ തന്നതല്ലേ, നോട്ട്ബുക്കിൽ ചെയ്യാനായിട്ട്. ഇന്നത്തെ നമുക്ക് ഈ ടൈമിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് തന്ന ആക്ടിവിറ്റി അല്ലേ? വാട്ട് ഡിസീസ് ആർ കോസ്ഡ് ബൈ മാൽന്യൂട്രീഷൻ, അതായിരുന്നില്ലേ? അത് എഴുതി എല്ലാവരും? പോഷകാഹാരക്കുറവ് മൂലം ഉണ്ടാകാവുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്? എഴുതിയിട്ടുണ്ടോ എല്ലാവരും? ഒന്നുകൂടി അസൈൻമെന്റ് ടോപ്പിക് ക്ലാസ് റൂമിൽ ഉണ്ടടാ. ഓക്കെ, എക്സ്പ്ലെയിൻ അസൈൻമെന്റ് എഴുതുന്ന ഒരു എക്സാമ്പിൾ പറയാമോ? ആ അസുഖത്തെ പറ്റി ഓരോ സെന്റൻസ് എഴുതണോ? മ്യൂട്ട് ചെയ്തോളൂ. എന്താണ് പ്രോട്ടീന്റെ റോൾ? എന്താണ് നമ്മുടെ ശരീരത്തില് പ്രോട്ടീന്റെ ഇമ്പോർട്ടൻസ്? എന്താണ് പ്രാധാന്യം? എന്താണ്? ജസ്റ്റ് 2 or 3 സെന്റൻസ് എഴുതിയാൽ മതി. ഓക്കെ, അസുഖത്തെ പറ്റി ചോദിക്കുന്നില്ല, അതിന്റെ ആ ഓരോ അസുഖത്തിന്റെ പേര് അത് എഴുതിട്ട് അതിനെ പറ്റി വാക്കുകൾ എഴുതണോ? പ്ലീസ് മ്യൂട്ട് ചെയ്യൂ. അസൈൻമെന്റ് അല്ല, അത് ആക്ടിവിറ്റി. ആക്ടിവിറ്റീസ് നമ്മൾ എങ്ങനെ ചെയ്യാറ്? ക്ലാസ് ടൈമിലാണ് ഡിസ്കസ് ചെയ്യാറല്ലേ? നോട്ട്ബുക്കിലാണ് അത് ചെയ്യേണ്ടത്. ഹോംവർക്ക് പോലെ തരുന്നതാണ് ആക്ടിവിറ്റീസ്. അത് അസൈൻമെന്റ് അല്ലാട്ടോ. അസൈൻമെന്റ് ഏതാണ്? പ്രോട്ടീന്റെ റോൾ എഴുതുക, അതിന്റെ ജസ്റ്റ് സോഴ്സ് എഴുതുക, അതിന്റെ ഒരു പിക്ചർ സൈഡിൽ എന്താണ് പേസ്റ്റ് ചെയ്യുക, അതാണ് അസൈൻമെന്റ്. മറ്റേത് ഏതാണ്? ക്ലാസ് റൂമിലെ ആക്ടിവിറ്റി ഉണ്ടായിരുന്നല്ലോ, കാണിച്ചിരുന്നല്ലോ. അപ്പൊ അത് സബ്മിറ്റ് ചെയ്താണോ നമ്മൾ റെഡിയാക്കിയിട്ട്? അതാ നമ്മൾ ചെയ്തു വെക്കണം? ആക്ടിവിറ്റി നമുക്ക് ഈ ക്ലാസ് ടൈമിൽ ഡിസ്കസ് ചെയ്യാനാണ്. 1-2 പേര് പറഞ്ഞിരുന്നു, അത് ഗ്രൂപ്പിൽ ഇടാൻ പറഞ്ഞിരുന്നു, ക്ലാസ് റൂമിൽ ഇടാൻ പറഞ്ഞിരുന്നു. ആക്ടിവിറ്റി ഏതാണ് അതുകൊണ്ട് ഇട്ടതാണ് കേട്ടോ. അസൈൻമെന്റ് മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ലാസ്റ്റ് ഡേറ്റ് ഈ ഫ്രൈഡേ ആണ്. ഏത് ഡേറ്റ്? എന്താ ഫ്രൈഡേ? 9. ഓക്കെ, ലാസ്റ്റ് ഡേറ്റ് 9 ആണ്. ഓക്കെ മിസ്, അസൈൻമെന്റ് ഒരു എക്സാമ്പിൾ പറയാമോ? എന്ത് എക്സാമ്പിൾ ആണ്? എനിക്ക് ക്ലിയർ ആയില്ല. പ്രോട്ടീൻ എന്താണെന്ന് എഴുതാം, റോൾ എന്താണെന്ന് എഴുതാം, അതിന്റെ സോഴ്സ് ഏതാണ്, ഏതൊക്കെയാണ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് ഏതൊക്കെയാണ്, ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്?
മിസ് അതേ സോഴ്സ് എന്ന് പറയുമ്പോൾ എനിമൽസ് നിന്നും കിട്ടുന്നുണ്ട് പ്ലാന്റ്സ് നിന്നും കിട്ടുന്നുണ്ട്. അപ്പൊ അത് രണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യണോ? അതാണ് ഞാൻ ചോദിക്കാൻ വിചാരിച്ചത്. വേണ്ട വേണ്ട. ഫുഡിന്റെ പേര് എഴുതിയ പോരെ? ആൽമണ്ട്, ചീസ്, ചിക്കൻ അങ്ങനെയൊക്കെ. ആൽമണ്ടിന്റെ എന്താണ് ഒരു പിക്ചർ അവിടെ സൈഡിൽ ഒട്ടിച്ചേക്കാം, പേസ്റ്റ് ചെയ്തേക്കാം. ക്ലിയർ ആണോ? ആൽമണ്ട് ആണ് എഴുതുന്നതെങ്കിൽ ആൽമണ്ടിന്റെ പിക്ചറും കൂടി ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യണം. അത്രേ ഉള്ളൂ. ക്ലിയർ ആണോ? അസൈൻമെന്റ് ക്ലിയർ ആണോ? മിസ് പിക്ചർ കിട്ടിയില്ലെങ്കിൽ അത് വരച്ചാലും മതിയില്ലേ? വരച്ചാലും മതി. ആയിട്ട് വരയ്ക്കാൻ അറിയുന്നവരുണ്ടല്ലേ, അപ്പൊ വരച്ചാലും മതി കേട്ടോ. മിസ് ഒരു ഡൗട്ട് ഉണ്ട്. ഓക്കെ. അസൈൻമെന്റ് മിസ് സബ്മിറ്റ് ചെയ്തത് മിസ് അവിടെ 10 പോയിന്റ് 20 പോയിന്റ് ഇട്ടതാണോ നമ്മളെ മാർക്ക്? ഓരോ അസൈൻമെന്റിന് 10 മാർക്കാണ്. രണ്ടെണ്ണം ഞാൻ ഒരു പ്രാവശ്യം സബ്മിറ്റ് തന്നിരുന്ന അസൈൻമെന്റ്, 2 അസൈൻമെന്റ് ഒരുമിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതാണ് 20ൽ ഇട്ടത്. ഓക്കെ. അപ്പൊ അവിടെ പോയിന്റ് കാണിച്ചാൽ മിസ് അത് കണ്ടു എന്നാണ് അതിന്റെ അർത്ഥം? അല്ല, സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെക്ക് ചെയ്തെന്നാണ്. ഓക്കെ. മിസ്സേ ആദ്യം ചെയ്ത അസൈൻമെന്റ് രണ്ടും കൂടി ഒരുമിച്ച് വന്ന അസൈൻമെന്റ് എന്റെ ഒരെണ്ണമേ നോക്കിയിട്ടുള്ളൂ ഇതുവരെ. ഒരുമിച്ചാണോ സബ്മിറ്റ്? അല്ല, രണ്ടായിട്ടാ. പിന്നെ ആ സാറ് മെസ്സേജ് ഇട്ടത് ഒരുമിച്ച് ചെയ്യണോന്നും പറഞ്ഞു. അതിന് മുന്നേ ഞാൻ രണ്ടായിട്ടാ ഇട്ടത്. അതുകൊണ്ടാണ് മിസ് അതിന് മാർക്ക് ഇടാത്തെ. അതിനൊക്കെ മാർക്ക് പ്ലീസ് മ്യൂട്ട് ചെയ്തോളൂ. എന്റെ എക്കോ തന്നെ കേൾക്കുന്നു. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഒരുമിച്ച് അങ്ങനെ തന്നെ 2 അസൈൻമെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് എന്താണ് സബ്മിറ്റ് ചെയ്യാം. എന്റെ അസൈൻമെന്റ് മിസ് നോക്കിയിട്ടില്ല മിസ്സേ. അസൈൻമെന്റ് തിരിച്ച് എവിടെ? നമ്മൾ ഈ ക്ലാസ് റൂമിൽ തന്നെയാണോ ഇടണ്ടേ? എന്തോ തിരിയുന്നില്ല മാം. ക്ലാസ് റൂമിൽ തന്നെയാണ് നമ്മൾ തിരിച്ച് അസൈൻമെന്റ് ചെയ്ത് ഇടണ്ടേ? അസൈൻമെന്റ് എങ്ങനെയാ സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് ഒരു വീഡിയോ ഇട്ടിട്ടില്ലേ ക്ലാസ് റൂമില്? അതിൽ പറയുന്ന പോലെ ചെയ്യാം കേട്ടോ. മിസ്സേ എന്റെ അസൈൻമെന്റ് നോക്കിയിട്ടില്ല മിസ്സേ. ഏത് അസൈൻമെന്റ് ആണ്? ഫസ്റ്റ് ചാപ്റ്ററിലെ ആണോ? അതെ. രണ്ടെണ്ണം ഒരുമിച്ചാണോ സബ്മിറ്റ് ചെയ്തത്? അല്ലല്ല, സെക്കൻഡ് അസൈൻമെന്റ് ആയിരുന്നു. രണ്ടാമത്തെ മാർക്ക് കിട്ടി. ആ അസൈൻമെന്റിന്റെ മാർക്ക് അറിയണമെങ്കിലോ? അപ്പൊ എന്താ, ഒരുമിച്ച് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാട്ടോ. അങ്ങനെയുള്ളത് രണ്ടെണ്ണമൊക്കെ തരുമ്പോ അത് ഒരുമിച്ച് സബ്മിറ്റ് ചെയ്യാം. PDF പറയാം. മാർക്ക് കിട്ടത്തില്ലേ? എന്തോ 2 സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു പോയി ആദ്യം. നോക്കാം ക്ലാസ്സിൽ പറയാം. ദെൻ അത് ക്ലിയർ ആണെന്ന് എഴുതുന്നു. ദെൻ ആക്ടിവിറ്റീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഏതൊക്കെ ആക്ടിവിറ്റീസ് എഴുതിയത്? സോറി, ഏതൊക്കെ അസുഖങ്ങൾ എഴുതിയത്? അഞ്ജന പറയാം. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. അഞ്ജന. ബെറി. ഓക്കെ, ബെറി. മൂലം ഉണ്ടാകുന്നത് അഞ്ജന? എന്തോ? തയാമിന്റെ ഡെഫിഷ്യൻസി. തയാമിൻ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന അസുഖമാണ് ബെറി അല്ലേ? ഓക്കെ. ദെൻ അനീമിയ. എന്തിന്റെ കുറവ്? അയൺ ഡെഫിഷ്യൻസി. ഓക്കെ ജീന. ദെൻ ഷഹന പറയൂ. ഈ ആക്ടിവിറ്റീസ് ഉണ്ടോ? ഗോയിറ്റർ. 1 സെക്കൻഡ്. ഈ ആക്ടിവിറ്റി ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ജോൺസി ലാസ്റ്റ് ക്ലാസ്സിൽ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തായിരുന്നോ? ജോൺസി ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അന്ന് ക്ലാസ്സിൽ പകുതി കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ. ഇത് ചെയ്തായിരുന്നു? ഈ ആക്ടിവിറ്റി ചെയ്തോ? ഇല്ല, ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പൊ നിങ്ങക്ക് എന്താണ് ചെയ്തിട്ട് വേണോട്ടെ ക്ലാസ്സിൽ കയറാനായിട്ട്. ഓക്കെ ജോൺസി. ചെയ്തിട്ട് ഓക്കെ. കൃഷ്ണേന്ദു. ഓക്കെ കൃഷ്ണേന്ദു പറയൂ. ചെയ്തില്ല? എന്ത് പറ്റിയടാ? പാടില്ലായിരുന്നു. ഓക്കെ കുഴപ്പമില്ല കേട്ടോ. എന്ത് പറ്റിയത്? എന്ത് പറ്റി? പൊട്ടിയിട്ടുണ്ടോ അവിടെ? എന്ത് പറ്റിയത്? അത്
തട്ടി വീണത് അവിടെ. സ്റ്റിച്ച് ഉണ്ടോ? ആ 3 അയ്യോ ഓക്കേടാ. അപ്പൊ മാറിയിട്ട് ചെയ്താൽ മതി കേട്ടോ, ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്താൽ മതി. ഓക്കെ പറയൂ ഗൗരി. ഫസ്റ്റ് വൺ കോഷിയോർക്കർ. കോഷിയോർക്കർ എന്തിന്റെ അഭാവം മൂലം, എന്തിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതാ? പ്രോട്ടീൻ ഡെഫിഷ്യൻസി. പിന്നെ അത് കാരണം പ്യുവർ മസിൽ ഡെവലപ്മെന്റും ഡ്രൈ സ്കിന്നും ഡിഫിക്കൽട്ടി ടു ഈറ്റ് അതൊക്കെ പ്ലീസ് മ്യൂട്ട് ചെയ്യൂ. ഓക്കെ, ഒന്നുകൂടി ക്ലിയർ ആയില്ല, ഒന്നുകൂടി പറയാവോ? കോഷിയോർക്കർ പ്രോട്ടീൻ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന അസുഖമാണ്, അത് ക്ലിയർ ആയി. ദെൻ പിന്നെന്തായിരുന്നു പറഞ്ഞത്? പുവർ മസിൽ ഡെവലപ്മെന്റ് ഉണ്ടാവും, പിന്നെ ഡ്രൈ സ്കിൻ ആവും. ഡ്രൈ സ്കിൻ. ഓക്കെ ഡിഫിക്കൽട്ടി ടു ഈറ്റ് അത് വരാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ മരാസ്മസ്. എന്തായിരുന്നു മരാസ്മസ്? പ്രോട്ടീൻ ആൻഡ് കലോറീസ് ഡെഫിഷ്യൻസി ആണ് കാരണം. ഡെഫിഷ്യൻസി. അത് ഉണ്ടാവാൻ കാരണം റിപ്പീറ്റഡ് ചൈൽഡ് ബർത്ത്, അതായത് പെട്ടെന്ന് പ്രസവിക്കുമ്പോൾ ആ കുട്ടികൾക്ക് മരാസ്മസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഒബിസിറ്റി. ഓവർ ഈറ്റിംഗ് മൂലം അത് ഉണ്ടാവുന്നു. കാർഡിയാക് പ്രോബ്ലം, ഡയബറ്റീസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ പ്രോട്ടീൻ പോഷകാഹാരക്കുറവിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ. ഓക്കെ പറഞ്ഞോളൂ. പിന്നെ വൈറ്റമിൻ ഡിസീസസും പ്രോട്ടീൻ ഡിസീസ് ഒക്കെ ഇതിന് കാരണമാവും. ഡെഫിഷ്യൻസി. ഓക്കെ ഗൗരി മ്യൂട്ട് ചെയ്തോളൂ. ദെൻ ഞാൻ പറയട്ടെ. റിക്കറ്റ്സ്. ലാക്ക് ഓഫ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന അസുഖമാണ് റിക്കറ്റ്സ്. അപ്പൊ ഡിസോർഡർ ഓഫ് ലിവർ കിഡ്നി ഡിസോർഡറിനൊക്കെ റിക്കറ്റ്സ് ആണ്. പിന്നെ അത് സൺലൈറ്റ് തട്ടിയാല് ഡാർക്ക് സ്കിൻ ആവുക, അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും റിക്കറ്റ്സ്. വൈറ്റമിൻ ഡിയുടെ നാച്ചുറൽ സോഴ്സ് എന്ന് പറയുന്നത് സൺലൈറ്റ് അല്ലേ? സൺലൈറ്റ്. ഓക്കെ, അപ്പോ സൺലൈറ്റ് എന്താണ്? സൺലൈറ്റ് തട്ടിയാല് ഡാർക്ക് എന്തോ പറഞ്ഞു, സ്കിന്നൊക്കെ ഡാർക്ക് ആവുക, കളർ ചേഞ്ച് വരിക, മുഖത്തൊക്കെ കൈമലൊക്കെ കളർ ചേഞ്ച് ഒക്കെ വരുന്നത് റിക്കറ്റ്സിന്റെ ഭാഗമായിട്ട്. ഓക്കെ ഷഹന. ദെൻ മാം പെല്ലഗ്ര. അഖില. പെല്ലഗ്ര എന്താണ്? വൈറ്റമിൻ B3 ഡെഫിഷ്യൻസി വരുന്നത്. B3 പേരെന്തായിരുന്നു? ഡിയാസിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതാണ് പെല്ലഗ്ര, റൈറ്റ്? ഓക്കെ. വൈറ്റമിൻ സി കൊണ്ട് സ്കർവി. വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതാണ് സ്കർവി. ഓക്കെ. ദെൻ പിന്നെ ഈയുടെ ഡെഫിഷ്യൻസി മൂലം വന്ധ്യത പോലത്തെ അസുഖങ്ങളൊക്കെ. ഓക്കെ അന്ന. പറയാത്തവര് പറയട്ടോ. Then Anu. കാൽഷ്യം ഡെഫിഷ്യൻസി കൊണ്ട് ഓസ്റ്റിയോപോറോസിസ് എന്ന ഡിസീസ് ഉണ്ടാവും. എന്താണ്? മിനറൽസ് അല്ലെ? കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി ഓസ്റ്റിയോപോറോസിസ് എന്നൊരു ഡിസീസ് ഉണ്ടാവും. ഒരാൾ കണ്ടിന്യൂ. മത്തായി. പേരെന്താണ്? അന്ന തോമസ്. വൈകല്യങ്ങൾ ഈ പോളിയോ സംബന്ധിച്ച് ഓക്കെ, വൈകല്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. അനു വൺസ് മോർ ഒന്നുകൂടി പറയാവോ? ക്ലിയർ ആയില്ല. വൈറ്റമിൻ കാൽഷ്യം ഡെഫിഷ്യൻസി കൊണ്ട് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞ ഡിസീസ്. ആ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോൺസിനൊക്കെ പ്രശ്നം വരും. നമുക്ക് എണീറ്റ് നിൽക്കാൻ ബുദ്ധിമുട്ടാവും. പിന്നെ നമുക്ക് സ്വയം ഡ്രസ് അപ്പ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവും. അതാ ഡിസീസ്. പിന്നെ കോർസാക്കോഫ് ഡിസീസ് എന്ന് പറഞ്ഞിട്ട് അത് വിറ്റാമിൻ B1 ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്നതാണ്. അപ്പൊ അത് നമുക്ക് നമ്മുടെ ബ്രെയിനിനെയും പിന്നെ നമ്മുടെ നെർവ് സെല്ലിനെ ഡാമേജ് ആക്കും. പിന്നെ അത് മെയിൻ ആയിട്ട് മെമ്മറി ഡിസീസ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു അംനേഷ്യയുടെ വേറൊരു ഫോമാണത്. കാർബോഹൈഡ്രേറ്റ് മാം ഒരു കാര്യം ചോദിച്ചോട്ടെ.
ഈ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ ചെന്ന് കഴിഞ്ഞാൽ അതായത് പിള്ളേർക്ക് അതിൽ നിന്ന് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടോ? ക്ലിയർ ആയില്ല അന്ന വൺസ് മോർ ക്ലിയർ ആയില്ല. കാർബോഹൈഡ്രേറ്റ് എന്താണ്? കാർബോഹൈഡ്രേറ്റ് നമ്മൾ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ നിന്നും പല പല രോഗങ്ങൾ വരാൻ ചാൻസ് ഉണ്ടോ? ഉണ്ട്. ഉണ്ട്. അത് എൻ്റെ മോന് 4 വയസ്സ് വരെ കുഴപ്പമില്ലായിരുന്നു. ബ്രെയിൻ ഇൻഫെക്ഷൻ ആയിട്ട് ഫിക്സ് വന്നു. അയ്യോ അപ്പൊ അന്ന് തൊട്ട് ഇപ്പൊ ഇത്രയും നാളായിട്ട് മരുന്ന് പൊക്കോണ്ടിരിക്കുക. അപ്പൊ അവന് കാർബോഹൈഡ്രേറ്റ്, മധുരം അങ്ങനെയുള്ള ഒരു സാധനം കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ കാർബോഹൈഡ്രേറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓവറായിട്ട് ചെന്ന് കഴിഞ്ഞാൽ തിരിച്ച് വരും. ഷുഗറിൽ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ് ഷുഗർ അല്ലെ? അതേപോലെ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഷുഗർ അല്ലേ? അപ്പൊ ഷുഗറിന് പകരം എന്താണ് നമുക്ക് ഫ്രൂട്ട്സ് ഉൾപ്പെടുത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ക്ലാസ്സിൽ അല്ലേ? നമ്മുടെ ക്വാണ്ടിറ്റി ഓഫ് ഫുഡിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത് ഏതായിരുന്നു? അല്ല, കലോറി വാല്യൂവിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ന്യൂട്രീഷ്യസിനായിരുന്നു, ന്യൂട്രിയൻസ് വാല്യൂവിനായിരുന്നു എന്ന് പറഞ്ഞിരുന്നു ആ ക്ലാസ്സിൽ. ഓർക്കുന്നുണ്ടോ? ഓക്കെ. വേറെ ഏതെങ്കിലും ഉണ്ടോ? വൈറ്റമിൻ എയുടെ അഭാവം മൂലം അസുഖങ്ങൾ ഏതൊക്കെയാ? സിറോഫ്താൽമിയ. ഓക്കെ. എന്താണ് സ്നിത? ബ്ലൈൻഡ്നെസ് വരും. ബ്ലൈൻഡ്നെസ്. ഓക്കെ. ഗോയിറ്റർ. വൈറ്റമിൻ എയുടെ അഭാവം മൂലം ഗോയിറ്റർ ഉണ്ടോ? അല്ല, വൈറ്റമിൻ എയുടെ അല്ല മിസ്, അയോഡിൻ ഡെഫിഷ്യൻസിയുടെ. വൈറ്റമിൻ എ ബ്ലൈൻഡ്നെസ് വരാം. ദെൻ ബോൺസിന് കംപ്ലൈന്റ് വരുന്നുണ്ട്. വൈറ്റമിൻ എ. പിന്നെ ടീത്ത്. ഡ്രൈ ഐസ് മെയിൻ ആയിട്ട് ഐസിനെയാണ് ബാധിക്കുന്നത് അല്ലേ? സ്കിന്നിനെയും ബാധിക്കുന്നുണ്ട് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി. ഓക്കെ അനശ്വര. ദെൻ റീപ്രൊഡക്ഷൻ പ്രോബ്ലം. വൈറ്റമിൻ എ ഇമ്മ്യൂണിറ്റി ലെവൽ കുറയ്ക്കില്ലേ വൈറ്റമിൻ എയുടെ കുറവ്? എന്താണ് അഞ്ജന? ഇമ്മ്യൂണിറ്റി പവർ കുറയ്ക്കില്ലേ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി? ഓക്കെ. അപ്പൊ വൈറ്റമിൻ എ പറഞ്ഞു, വൈറ്റമിൻ ബി പറഞ്ഞായിരുന്നു അല്ലേ? വൈറ്റമിൻ സി സ്കർവി പറഞ്ഞു. വൈറ്റമിൻ ഡി ഏതായിരുന്നു? വൈറ്റമിൻ ഡി ആരോ പറഞ്ഞത്? റിക്കറ്റ്സ്. വൈറ്റമിൻ ഡി റിക്കറ്റ്സ് പറഞ്ഞു. ദെൻ കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ പറഞ്ഞു. ദെൻ വേറെ ഏതെങ്കിലും ഉണ്ടോ? വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇ ഏതാണ്? വൈറ്റമിൻ ഇയുടെ കുറവ് വന്ധ്യത പോലുള്ള രോഗങ്ങള്, പിന്നെ പ്രോബ്ലം. ഓക്കെ. ദെൻ വൈറ്റമിൻ കെ ലിവർ ഡിസോർഡർ ആവും. ലിവർ ഡിസോർഡർ ആവാം. പിന്നെ കട്ട പിടിക്കാൻ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ അല്ലേ? അതേപോലെ രക്തത്തിന് എന്താണ് ലോസ് ഉണ്ടാകാം, ബ്ലഡ് ലോസ് ഉണ്ടാവാം. ദെൻ ബ്ലഡ് ക്ലോട്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ. ക്ലിയർ ആണല്ലോ? ഇപ്പൊ ആക്ടിവിറ്റി ക്ലിയർ ആണോ? ക്ലിയർ ആണ് ടീച്ചർ. ഓക്കെ. അപ്പൊ ചെയ്യാത്തവരെന്താ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ പറയാത്ത എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണം. ഒരാൾ തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നാ പോരാ. ക്ലിയർ ആണോ? എനിക്ക് നിങ്ങളുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യണ്ടേ? അപ്പൊ എല്ലാവരും ആക്ടിവിറ്റീസ് ചെയ്യണം. അതേപോലെ തന്നെ എന്താണ് മിസ്, ഈ സ്ട്രോക്ക് വരുന്നത് വൈറ്റമിൻ കെ മൂലമാണോ? സ്ട്രോക്ക് അറിയില്ല. ആർക്കെങ്കിലും അറിയോ? വൈറ്റമിൻ കെ മൂലമാണോ അത്? വൈറ്റമിൻ ബ്ലഡ് ഒക്കെ ക്ലോട്ട് ചെയ്യുമ്പോൾ സ്ട്രോക്ക് വരില്ലേ മിസ്സേ? പിന്നെ ബ്ലഡ് വെസൽസിനൊക്കെ കംപ്ലൈന്റ് വരും. നോക്കിയിട്ട് ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. എനിക്ക് അതിനെ കുറിച്ച് അധികം അറിയില്ലടാ. നോക്കിയിട്ട് പറയാട്ടോ. ഓക്കെ. അപ്പോ എന്തൊക്കെയാ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്? അപ്പൊ നമുക്ക് എയിംസ് ഒബ്ജക്റ്റീവ്സ് ഡിസ്കസ് ചെയ്യാനുള്ള ടൈം ഇന്നില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പൊ ജസ്റ്റ് റീഡ് ചെയ്തിട്ട് വരണം. എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മെന്റൽ ഹൈജീനിന്റെ എന്താണ് ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് അത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് വരണം. അതേപോലെ തന്നെ നെക്സ്റ്റ് ടോപ്പിക്ക് കണ്ടു. എന്താണത്? നീഡ് ഫോർ
മെന്റൽ ഹൈജീൻ ഇൻ സ്കൂൾ. സ്കൂളില് ഈ മെന്റൽ ഹൈജീനിന്റെ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പഠിപ്പിക്കണം അല്ലെ. എന്താണ് മെന്റൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, സ്കൂളുകളിൽ മെന്റൽ ഹൈജീനിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്. ഓക്കെ, ആ 2 ടോപ്പിക് എന്നാണ് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് വന്നത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്? മെന്റൽ ഹെൽത്ത് എന്താണെന്ന് പഠിച്ചു. എന്താണ് മെന്റൽ ഹെൽത്ത്? അനശ്വര, എന്താണ് മെന്റൽ ഹെൽത്ത്? അനശ്വര ഇപ്പൊ പറയാം മിസ്റ്റർ. ഓക്കെ. അക്കോർഡിംഗ് ടു ക്രോ ആൻഡ് ക്രോയുടെ അഭിപ്രായത്തില് മെന്റൽ ഹെൽത്ത് എന്താണ്? മാനസികവും വൈകാരികവും സോഷ്യൽ പരമായി നമ്മളെ ഹെൽത്തിനെ എന്താ പറയാ ഒരു സയൻസ് ആണെന്ന് പറഞ്ഞു. മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണെന്ന് പറഞ്ഞു. എന്തിനൊക്കെയാണ് മാനുഷിക ക്ഷേമത്തിന്റെ ക്ഷേമം നമ്മൾ ഡീൽ ചെയ്യുന്ന ഒരു ശാസ്ത്രമാണ്. ഒരു ശാസ്ത്രമാണ് എന്ത് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ശാസ്ത്രമാണെന്ന് പറഞ്ഞു. മെന്റൽ ഹെൽത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നത്? നമുക്ക് ഈ മെന്റൽ ഹെൽത്ത് എങ്ങനെ നേടിയെടുക്കാം വേണ്ടേ? പിന്നെ മാനസിക രോഗങ്ങൾ, ഡിസോർഡേഴ്സ്, മാനസിക അസുഖങ്ങൾ എങ്ങനെ ഒഴിവാക്കാം, അതിന് ചില പ്രോസസ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ചില കാര്യങ്ങൾ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു. അതിനേക്ക് ഹാൻഡിൽ ചെയ്യുന്ന ഒരു സയൻസ് ആണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ദെൻ മെന്റൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മെന്റൽ ഹൈജീൻ, മെന്റൽ ഹൈജീൻ. ഓക്കെ അഫ്ന. ഒരു വ്യക്തി അവന്റെ മെന്റൽ ഹെൽത്തിനെ പ്രോപ്പറായിട്ട് നിലനിർത്തുന്നതിന് ചെയ്യുന്ന പ്രാക്ടീസ്, നിലനിർത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും ചെയ്യുന്ന പ്രാക്ടീസസിനെയാണ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത് അല്ലെ. ഏതൊക്കെയാണ് ആ പ്രാക്ടീസസിൽ ഉൾപ്പെടുന്നത്? ഏതൊക്കെ കാര്യങ്ങളാ? യോഗ, എക്സസൈസ്, ദെൻ പോസിറ്റീവ് തിങ്കിങ്, മെഡിറ്റേഷൻ, മെഡിറ്റേഷൻ, പോസിറ്റീവ് തിങ്കിങ്, ഇതെല്ലാം എങ്ങനെയാണ് മെന്റൽ ഹൈജീൻസ് അല്ലെ, നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില പ്രാക്ടീസസ് ആണ്. ഇത് ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? 2 ടോപ്പിക് എന്ന് പഠിച്ചത്. മെന്റൽ ഹെൽത്ത് എന്താണ്, മെന്റൽ ഹൈജീൻ എന്താണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? എന്താണ് എയിംസ്, ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് ജസ്റ്റ് റീഡ് ചെയ്യണം. സ്കൂളില് മെന്റൽ ഹൈജീനിന്റെ പ്രാധാന്യം എന്താണെന്നും റീഡ് ചെയ്തിട്ട് വരണം. അതേപോലെ തന്നെ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ എന്താണ്, ഇന്നൊരു ആക്ടിവിറ്റി ഉണ്ട്, അത് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം, ക്ലാസ് റൂമിൽ ഇട്ടേക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ അത് ചെയ്തിട്ട് വരണം. ഇത്രയും നാളത്തെ ആക്ടിവിറ്റീസ് ചെയ്യാത്തവരെല്ലാവരും അത് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ജോൺസി കേട്ടോ. വേറെ ആരെങ്കിലും ഉണ്ടോ ചെയ്യാത്തവര്? ഞാനുണ്ട്. മിസ് ഒരു ഡൗട്ട് ഉണ്ട് മിസ്. അസൈൻമെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്തെന്ന് മിസ് കണ്ടു, ഞങ്ങൾ അങ്ങനെ മനസ്സിലാക്കുന്നത്. മാർക്ക് കിട്ടിയായിരുന്നു അസൈൻമെന്റിന്? അവിടെ 10 പോയിന്റ്സ് കാണുന്നുണ്ട്. ഇപ്പൊ അസൈൻമെന്റ് ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ അതിന്റെ മുകളിലും 10 പോയിന്റ്സ് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതിൽ 10/10 വന്നാലാണ് മാം കണ്ടുന്നത് മനസ്സിലാക്കുന്നത് അല്ലേ? എന്നാ മാം എന്റെ കണ്ടില്ല. ഞാൻ എല്ലാം കറക്റ്റ് സമയത്ത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ. പേരെന്താ? കീർത്തന. നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കിയിട്ട് പറയാട്ടോ. ഓക്കെ. മാം എന്റെയും അതുപോലെയാണ്. ആദ്യത്തെ അസൈൻമെന്റ് മാത്രമേ മാം നോക്കിയുള്ളൂ, പിന്നെ 10 പോയിന്റ്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ആണോ? നോക്കിയിട്ട് പറയാം കേട്ടോ. ആദ്യത്തെ ഒന്നും നോക്കിയിട്ടില്ല മാം. ഞാൻ എല്ലാം കറക്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ മാർക്ക് കാണിക്കുന്നത് 10/10 അല്ലേ? അതല്ലേ മാർക്ക് ആയിട്ട് കാണിക്കുന്നേ? അസൈൻമെന്റ് മാർക്ക് എന്റെ നോക്കണേ മിസ്സേ, ഞാൻ നേരത്തെ വെച്ചായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ അതേപോലെ ഞാൻ നോക്കിയിട്ട് പറയാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ കയറുന്നതിന് മുൻപ് ജസ്റ്റ് ഒന്ന് നോക്കാം, അസൈൻമെന്റിന് ചെക്ക് ചെയ്തിട്ടുണ്ടോ കേട്ടോ. ഇല്ലെങ്കിൽ അന്നേരത്ത് പറയണം എന്നോട് കേട്ടോ. ചെക്ക് ചെയ്യാത്തവര് പറയണം. നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് മിസ്, നോക്കി മാർക്ക് കിട്ടുമെന്നുള്ളത്.
നോട്ടിഫിക്കേഷൻ നമുക്ക് മെയിലില് വരുന്നുണ്ട് ശരിക്കും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ചെയ്ത് നോക്കട്ടെ എല്ലാവരും. അയച്ചിട്ടുണ്ട്. ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ആദ്യത്തെ 2 തവണയായിട്ട് അയച്ചത്, അത് മാത്രമേ ഉള്ളൂ. പുതിയ അസൈൻമെന്റിന് നമ്മൾ സോഴ്സ് വിത്ത് പിക്ചർ പറഞ്ഞില്ലേ? അപ്പൊ ആ പിക്ചറിനെ കുറിച്ചിട്ട് അതിന് ഒരു എന്തെങ്കിലും ഒരു ബദാം അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് എന്തെങ്കിലും എഴുതണോ? മാത്രം മതി. ഒരു പിക്ചർ ഉള്ളൂ. ഓക്കെ. ചെയ്തോട്ടെ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.